السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى أساتذتنا وعلى مشايخنا وعلى والدينا. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നാം പറഞ്ഞു വരുന്നത് വളരെ ചെറിയ ശ്രമം കൊണ്ടും സമയം കൊണ്ടും ചെയ്യാവുന്ന ചെറിയ ചെറിയ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ വലിയ പുണ്യവും മഹത്വവുമുള്ളതാണ് എന്നാണ്. അത്തരം അമലുകളെ കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. നാം പറഞ്ഞു, ഇനിയും ആവർത്തിക്കുന്നു, ഫർളായ അമലുകൾ ചെയ്യാതെ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, നിർബന്ധമായി കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതെ ഇതൊന്നും ചെയ്തതുകൊണ്ട് കാര്യമില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കി. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ഫർളായ അമലുകളെ കൃത്യമായി നിർവഹിക്കലാണ്. അതിൽ പോരായ്മകളൊന്നും വരുത്തരുത്. അവ കൃത്യമായി നിർവഹിച്ചതിന് ശേഷം നമ്മുടെ ചുരുങ്ങിയ ആയുസ്സിൽ, കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത പുണ്യം എങ്ങനെ നേടിയെടുക്കാം, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മഹാനായ സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം, മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ വാഹിദ, ആരെങ്കിലും എൻ്റെ മേലിൽ ഒരു സലാത്ത് ഇല്ല, സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരു സലാത്തായി. അങ്ങനെ എൻ്റെ മേലിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു സെക്കൻഡ് കൊണ്ട് ചൊല്ലാൻ കഴിയുന്ന കാര്യം എന്താ പ്രതിഫലം? സ്വല്ലല്ലാഹു അലൈഹി അശ്റ സ്വലവാത്ത്. അള്ളാഹു ആ ചൊല്ലിയ മനുഷ്യന്, ഒരു സ്വലാത്തിന്റെ മേലിൽ ചൊല്ലിയ മനുഷ്യന് 10 സ്വലാത്ത് നൽകും. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അള്ളാഹുവിന്റെ തൃപ്തി കൊണ്ടും അള്ളാഹുവിന്റെ ബറക്കത്ത് കൊണ്ടും ഒക്കെ നമ്മെ പൊതിയുക എന്നതാ. കഴിഞ്ഞോ? ഇല്ല. വഹുത്തത്ത് അന്നു അശ്റു ഖതീആത്തിൻ, 10 പാപങ്ങൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടും. അവന്റെ നന്മ തിന്മ എഴുതി വെക്കുന്ന രേഖാപുസ്തകത്തിൽ നിന്ന് 10 തിന്മകളെ ഡിലീറ്റ് ചെയ്യും, മായ്ച്ചു കളയും. വറുഫിയത്ത് ലഹു അശ്റു ദറജാത്തിൻ, ഒരു സലാത്തിന്റെ മഹത്തായി പറയുന്നത്, അവന് 10 സ്ഥാനം അവൻ്റേത് ഉയർത്തും. അവൻ ഇപ്പോഴുള്ള ഗ്രേഡ് ഏതാണോ അതിൽ നിന്ന് 10 സ്ഥാനം കൂടി അവൻ്റേത് ഉയർത്തുന്നതാണ്. അപ്പൊ ഇത് വല്ലാത്തൊരു മഹത്വമാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതിനൊരു പ്രയാസമുള്ള കാര്യമില്ല. സ്വലാത്തിന്റെ ഗുണങ്ങൾ ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം. അതിൽപ്പെട്ടതാണ് ഒന്ന്, ഇംതിസാലു അംരില്ലാഹി സുബ്ഹാനഹു വ തആല. അള്ളാന്റെ കൽപ്പന ഉണ്ട്, ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി, അല്ലേ? അള്ളാഹു തആല വ മലായികത്തുഹു, അവന്റെ മലക്കുകളും, യുസല്ലൂന അലൻ നബി, നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്ത് ചെല്ലണേ എന്ന ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പനക്ക് വഴിപ്പെട്ടവരാകും. അപ്പൊ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവിന്റെ കൽപ്പന വഴിപ്പെടുക എന്ന വലിയ പുണ്യത്തിന് കാരണമാകും. രണ്ടാമതായി, അള്ളാഹു ചെയ്യുന്ന ഒരു പണി ചെയ്യുക എന്ന ആ ഗ്രൂപ്പിൽ നമ്മൾ പെടും. അങ്ങനല്ലേ? ഇന്ന് വാട്സപ്പിൽ പല ഗ്രൂപ്പുകളും ഉണ്ടാവും. ചില ഗ്രൂപ്പിലൊക്കെ മെമ്പറായി കിട്ടാൻ തന്നെ ഭയങ്കര അധ്വാനാണ്. അങ്ങനത്തെ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ അഭിമാനിക്കുന്നവരുണ്ടാവും, ഞാനൊക്കെ ആ ഗ്രൂപ്പിലെ മെമ്പറാണ് എന്ന് പറഞ്ഞ അഭിമാനിക്കുന്നവരൊക്കെ ആണ്. ഒന്നും ഒരു കാര്യം ദുനിയാവിലും ഇല്ല ആഖിറത്തിലും ഇല്ലാത്ത ഗ്രൂപ്പായിരിക്കും. പക്ഷെ ആ ഗ്രൂപ്പിൽ മെമ്പറായാൽ വല്ലാത്തെന്തോ ഒരു ക്രെഡിറ്റ് കിട്ടിയത് പോലെയാണ്. എന്നാൽ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് എന്നവർ ചെല്ലുന്നവർ ആരുടെ ഗ്രൂപ്പിലാവിടുക? അള്ളാഹുവിന്റെ. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന എന്ന് പറഞ്ഞില്ലേ, അള്ളാഹിന്റെ ആ കൂട്ടത്തെ ആ ടീമിലാണ്, ആ ഗ്രൂപ്പിലാണ് മെമ്പറാകുക. പിന്നെ മുവാഫഖത്തുൽ മലായികത്തു ഫിയ, അതുപോലെ തന്നെ മലക്കുകളുടെ ഗ്രൂപ്പിലും അവൻ പെടും. മാഷാ അല്ലാഹ്, എത്ര വലിയ ഭാഗ്യ! മാഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ കൂടെ
അത് തന്നെ പോരാ, അള്ളാഹുവിന്റെ കൂടെയാവുക എന്നത് തന്നെ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ്. മലായിക്കത്തിന്റെ ഗ്രൂപ്പിൽ പെടുക എന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. പിന്നെയോ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ നിന്ന് ഈ സ്വലാത്ത് ചൊല്ലിയ ആൾക്ക് 10 സ്വലാത്ത് കിട്ടും. ഒരു സ്വലാത്ത് കിട്ടിയാൽ തന്നെ മനുഷ്യൻ രക്ഷപ്പെടും. ഇവിടെ 10 കിട്ടുന്നത്. പിന്നെയോ അതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്തിന് കാരണമാകും. ബാങ്ക് കൊടുത്തതിന് ശേഷം നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലി അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ എന്നുള്ള ആ ദുആ ചെയ്താൽ, ആതിഹിൽ വസീലത വൽ ഫളീല എന്ന് പറയുന്ന ദുആ അല്ലേ, ആതി സയ്യിദന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ വസീലത വൽ ഫളീല എന്ന് പറയുന്ന ആ ദുആ ചെയ്താൽ അവന് ഷഫാഅത്ത് കിട്ടും. അല്ലാഹ്, എന്തൊരു ഭാഗ്യാണത്. അതുപോലെ സ്വലാത്ത് കൊണ്ടുള്ള മറ്റൊരു വലിയ നേട്ടമാണ് സബബുൽ ഗുഫ്റാനിദ് ദംബി, പാപങ്ങൾ പുറത്തു തരാൻ അത് കാരണമാകും. നമ്മളൊക്കെ ദിവസവും നിരവധി പാപങ്ങൾ ചെയ്യുന്നവരാണ്. ഇത് മാപ്പാക്കാൻ, ഇത് മായ്ച്ചു കളയാൻ പറ്റിയ വലിയ മരുന്നാണ് സ്വലാത്ത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയും മലായിക്കത്തും ഒക്കെ എന്ത് ചെയ്യും? ഈ മനുഷ്യന് സ്വലാത്തിലും മലായിക്കത്തിന്റെ ദുആ കിട്ടും. നാം നബി തങ്ങളുടെ സ്ഥാനം വർദ്ധിക്കാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലുമ്പോഴൊക്കെ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹ്, വെള്ളിയാഴ്ചയൊക്കെ ആണെങ്കിൽ നമ്മുടെ പേരടക്കം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലെത്തും. നമ്മുടെ പേരല്ല, നമ്മുടെ പേരും ഉപ്പാന്റെ പേരും അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്ന്. മാഷാ അല്ലാഹ്, നമ്മുടെ പേരൊക്കെ അവിടെ മദീനത്ത് ഏതോ ലോകത്ത് കഴിയുന്ന പരിശുദ്ധ മദീനയിൽ വെള്ളിയാഴ്ച രാവ് സ്വലാത്ത് ചെല്ലുന്ന അവരുടെ സ്വലാത്തിന്റെ പേരടക്കം അവിടെ എത്തിച്ചു കൊടുക്കും. അല്ലാഹ്, എത്ര വലിയ നേട്ടങ്ങളാണ് ഇതൊക്കെ. പിന്നെയോ ഈ സ്വലാത്ത് ചെല്ലുന്ന ആൾക്ക് ഒരുപാട് പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണം ലഭിക്കും, പല പോരായ്മകളിൽ നിന്നുമുള്ള ശുദ്ധീകരണം ലഭിക്കും, പല ന്യൂനതകളിൽ നിന്നുമുള്ള പരിശുദ്ധി ലഭിക്കും. പിന്നെ അല്ലാഹുമ്മ എന്ന് പറയുന്നതിന്റെ അധിക സലാത്തിലും അല്ലാഹുമ്മ, അല്ലാഹുവെ, വലിയ ദിക്റാണ്. അള്ളാഹുവിനെ ഉള്ള ദിക്റും അതോടൊപ്പം അള്ളാഹു ആണല്ലോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ച്, അതിനുള്ളൊരു ശുക്ർ കൂടിയാണ് അള്ളാഹുവിന്റെ ഈ കൽപ്പന അംഗീകരിച്ച് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അതേപോലെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് നമുക്കൊരു ബോധം വരും, ഈ ഹബീബിനെ കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എൻ്റെ ദുന്യാവാവട്ടെ, എൻ്റെ ആഖിറമാവട്ടെ, എൻ്റെ ജീവിതവും മരണവും എല്ലാം രക്ഷപ്പെടാനും ഒരു പരിശുദ്ധ സംസ്കാരത്തിന്റെ ഉടമയായി ഞാൻ മാറാനുണ്ടായ കാരണം എന്താ? ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന ബോധം വരികയും അപ്പോൾ അള്ളാഹു ചെയ്തു തന്ന നിഅമത്ത്, നിബിധങ്ങളാകുന്ന നിഅമത്തിനെ നമുക്കറിയാനും മനസ്സിലാക്കാനും കൂടുതൽ കൂടുതൽ അവിടുത്തെ പഠിക്കാനും അവിടുത്തെ സുന്നത്തുകൾ അനുധാവനം ചെയ്യാനും അവിടുത്തേക്ക് എമ്പാടും സ്വലാത്ത് കൊടുത്തേക്കാനും ഒക്കെ അത് കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യമക്കളെയും ഒക്കെ അതുപോലെ വേണ്ടപ്പെട്ടവരെയും സഹോദര സഹോദരിമാരെയും ഇഷ്ടജനങ്ങളെയും നമ്മുടെ ഉസ്താദുമാരെയും മശായിഖന്മാരെയും ഒക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ കൂടുതൽ 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 സ്വലാത്ത് ചൊല്ലി രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ. നമ്മുടെ നാവിന് അത് അല്ലാഹു തആല ഈസിയാക്കി തരട്ടെ. എപ്പോഴും സ്വലാത്ത് ചെല്ലാനുള്ള തൗഫീക്ക് നൽകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ. എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. എല്ലാ വിഷമങ്ങളും രോഗങ്ങളും തീർത്ത് സന്തോഷവും സലാമത്തും ആഫിയത്തും നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.